1 യോഹന്നാൻ 3 അധ്യായം ഞാൻ കാണിക്കാം. ഇവിടെ നിന്നാണ് ഈ വെളിപാട് എനിക്ക് ലഭിച്ചത്. നോക്കൂ, നിങ്ങൾക്ക് കർത്താവിനോടുള്ള ഈ സ്നേഹ ബന്ധമില്ലെങ്കിൽ പിശാചിനെ ജയിക്കുക എന്നുള്ളത് മറന്നു കളയുക. അതെന്തെങ്കിലും ഒരു സൂത്രമല്ല, അതിനൊരു സൂത്രവുമില്ല. ഒന്നാമത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്നാണ്. നിങ്ങളുടെ മുഴുവൻ ഹൃദയവും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറയണം. അതുപോലെ അതിൻ്റെ മറുപുറം കൂട്ടുകാരനെ നിന്നെ പോലെ അതിനർത്ഥം ഇതാണ്: നീ ക്ഷമിക്കാത്തതായിട്ട് ഒരാൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരോടും ക്ഷമിക്കണം. നീ വെറുക്കുന്ന ഒരാൾ പോലും ഈ ഭൂമിയിൽ കാണാൻ പാടില്ല. നിങ്ങൾ വെറുക്കുന്ന, ക്ഷമിക്കാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾക്ക് പിശാചിനെ ജയിക്കാൻ കഴിയുമെന്ന്. മറന്നു കളയാതെ. നിങ്ങളുടെ അമ്മായിയമ്മയെ നിങ്ങൾ വെറുക്കുന്നെങ്കിൽ, നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളോട് എങ്ങനെ ആയിരുന്നാലും അവൾ നിന്നോടൊരു പിശാചിനെ പോലെ ആയിരിക്കും പെരുമാറുന്നു. നിങ്ങൾ അവളെ വെറുക്കുന്നെങ്കിൽ നീ ഒരിക്കലും പിശാചിനെ ജയിക്കുകയില്ല. ഒരുപക്ഷെ നിൻ്റെ അമ്മായിയമ്മ പിശാചിൻ്റെ അധികാരത്തിലാണ്, നീയും ആ അധികാരത്തിലേക്ക് തന്നെ വരും. 2 കിളികളെ ഒരു കല്ലുകൊണ്ട് പിശാച് എറിഞ്ഞ് വീഴ്ത്തും. ആ മനുഷ്യനെ കൊണ്ട് പിശാച് നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യിപ്പിക്കും. അതാരുമാകട്ടെ, ഇതൊരു കല്ലാണ്. നിനക്ക് നേരെ അവൻ കല്ലെറിഞ്ഞില്ല. ക്ഷമിക്കാത്ത ഒരു മനോഭാവത്തോടെ നിങ്ങൾ അവനെതിരെ പ്രതികരിക്കുമ്പം പിശാച് 2 പേരെ കൊന്നത് ഒരു കല്ലുകൊണ്ടാണ്. പിശാച് നിങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. ക്ഷമിക്കുക. ഇവിടെ 1 യോഹന്നാൻ 4 അധ്യായത്തിൽ മനോഹരമായൊരു പ്രസ്താവന പറയുന്നു. 4 അധ്യായത്തിൻ്റെ 17 വാക്യം, അവസാന ഭാഗം. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ആദ്യം എനിക്കിതേപ്പറ്റി വെളിച്ചം കിട്ടിയപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് ശരിക്കും സത്യമാണോ? ഞാൻ അതേക്കുറിച്ച് ധ്യാനിച്ചു. ഇത് തള്ളിക്കറിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത വാക്യത്തിലേക്ക് പോകരുത്. അതേക്കുറിച്ച് ധ്യാനിക്കൂ. യേശു ഈ ഭൂമിയിലായിരിക്കുന്ന പോലെ ഞാനും ഈ ഭൂമിയിലായിരിക്കണം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, യേശു ഭൂമിയിൽ ഇരിക്കുന്ന പോലെയാണോ ഞാൻ ഈ ഭൂമിയിൽ ഇരിക്കേണ്ടത്? മറ്റൊരു വാക്കിൽ, ഈ ഭൂമിയിലുള്ള എൻ്റെ സ്ഥാനം യേശു ഭൂമിയിൽ ഇരുന്നത് പോലെ ആയിരിക്കണമോ? ആയിരിക്കണം. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം അവന് സമർപ്പിച്ചെങ്കിൽ, അവൻ എൻ്റെ കർത്താവാണെങ്കിൽ, ശുദ്ധമായൊരു മനസാക്ഷി എനിക്കുണ്ടെങ്കിൽ, എനിക്കറിയുന്ന പാപങ്ങളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടവനാണെങ്കിൽ, അവനിരുന്ന പോലെ ഞാനും ഈ ഭൂമിയിൽ ഇരിക്കണം. അതെൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് ഇപ്രകാരമാണ്. യേശു പിശാചിനെ പേടിച്ചോ അതോ പിശാച് യേശുവിനെ പേടിച്ചോ? നിങ്ങൾക്കറിയാം. പിശാച് യേശുവിനെ പേടിച്ചു. യേശു എവിടെയൊക്കെ പോയോ അവിടെ പിശാച് പറഞ്ഞു, യേശു വരുന്നുണ്ട്, യേശു വരുന്നുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നീ പിശാചിനെ പേടിച്ചു. ഇന്നു മുതൽ പിശാച് നിന്നെ പേടിക്കണം. കാരണം അവനായിരിക്കുന്നത് പോലെയാണ് നീയും ഈ ഭൂമിയിൽ. നിങ്ങൾ പറയാതെ അസാധ്യമെന്ന്. ശരി, നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കത് സാധ്യമാകത്തില്ല. ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്കത് സാധ്യമാണോ? നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വചനത്തിൽ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, യേശു നിങ്ങളുടെ പാപത്തിനായിട്ട് മരിച്ചെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുമോ? അവൻ മരിച്ചു, നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടില്ല. പിശാചിനെ യേശു കാൽവറിയിൽ തോൽപ്പിച്ചു. നീ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിശാചിന് നിന്റെ മേൽ അധികാരം ഉണ്ടായിരിക്കും. ഇവിടെ പറയുന്നു, അവൻ ഇരിക്കുന്ന പോലെ നാമും ഈ ഭൂമിയിലായിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സത്യമാകുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ പറയട്ടെ, അതെന്നെ പിശാചിനോടുള്ള ഭയത്തിൽ നിന്ന് രക്ഷിച്ചു. നിങ്ങൾക്കറിയാമോ എത്രമാത്രം വിശ്വാസികൾ പിശാചിനെ ഭയപ്പെടുന്നെന്ന്? പിശാച് എന്നെ ആഗ്രഹിക്കും, എൻ്റെ ഭാര്യയെ ആഗ്രഹിക്കും, എൻ്റെ പിള്ളേരെ ആക്രമിക്കും. സഹോദര, നീ ഒരു വിശ്വാസിയാണോ? ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് തന്ന ശക്തിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് ചില മുന്നറിയിപ്പുകൾ കൊടുത്തരാം. 2 കൊരിന്ത്യർ 2 അധ്യായം പൗലോസ് പറയുന്നു 11 വാക്യത്തിൽ, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ്റെ തന്ത്രങ്ങൾ എങ്ങനെയാണ്
പിശാച് നമ്മളെ തോൽപ്പിക്കുന്നത്. അവൻ വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മെന്ന് പറയുമ്പം അവൻ തന്നെ തന്നെയും കൊരിന്ത്യ വിശ്വാസികളെയുമാണ്. അത് ഞാനും നിങ്ങളുമാണ്. എന്ത് സാഹചര്യത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? തെറ്റ് ചെയ്ത ഈ മനുഷ്യനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. തെറ്റ് ചെയ്ത ഈ മനുഷ്യനോട് ഞാൻ എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത്? കാരണം പിശാച് എന്നെ തോൽപ്പിക്കാൻ ഇടയാകരുത്. ഇത് വളരെ വ്യക്തമാണ്. പൗലോസ് ഉൾപ്പെടെ ഏത് വിശ്വാസിയെയും തോൽപ്പിക്കാനായിട്ട് പിശാചിന് കഴിയും, അവരൊരാളോട് ക്ഷമിക്കാതിരുന്നാൽ. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നിൽക്കാം. നിങ്ങളോട് തന്നെ ഇപ്പോൾ ചോദിക്കുക, നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ക്ഷമിക്കാത്ത ആരെയെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഒത്തിരി ചിന്തിക്കേണ്ടി വേണ്ടത്, അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഈ മനുഷ്യൻ, ആ മനുഷ്യൻ, മറ്റേ ആൾ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ മനുഷ്യൻ നിന്നോടോ നിൻ്റെ കുടുംബത്തോടോ നിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്ത കാര്യം നിൻ്റെ ഓർമ്മയിൽ നിന്ന് നിനക്ക് മായ്ച്ചു കളയാൻ കഴിയത്തില്ല. നമ്മുടെ ഓർമ്മയുടെ മേൽ നമുക്ക് നിയന്ത്രണമില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അത് സാധിച്ചെന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇച്ഛമേൽ അധികാരമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ദൈവസന്നിധിയിൽ പറയുക, ആ മനുഷ്യനോട് ഇതുവരെയും ഞാൻ ക്ഷമിച്ചിട്ടില്ല, എന്നാൽ ഇപ്പോൾ ഞാൻ അവനോട് ക്ഷമിക്കുന്നു. എനിക്ക് ദോഷം ചെയ്ത ഈ മനുഷ്യനോടും ഇപ്പോൾ തന്നെ കർത്താവെ ഞാൻ ക്ഷമിക്കുന്നു. ആ മറ്റേ ആളോടും. 10 പേരുണ്ടായിരിക്കാം. ആ 10 പേരുടെയും പേര് പറഞ്ഞ് ദൈവത്തോട് പറയുക, കർത്താവെ ഞാൻ അവരോട് ക്ഷമിക്കുന്നു. പിന്നെയും ഒരു 50 കൊല്ലം നിങ്ങൾക്ക് അതിൻ്റെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ കാണും. അതല്ല പ്രശ്നം. ആളുകൾ എനിക്കെതിരെ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. യേശുവിനെ ക്രൂശിച്ച ആരാണെന്ന് യേശുവിന് അറിയാമോ? നിശ്ചയമായിട്ടും. എന്നാൽ അവരോട് ക്ഷമിച്ചു. ആളുകൾ എനിക്കെതിരെ ചെയ്ത തിന്മയെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ടായിരിക്കാം, എന്നാൽ ഞാൻ അവരിൽ എല്ലാവരോടും ക്ഷമിച്ചു. അങ്ങനെയെങ്കിൽ പിശാചിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ഇവിടെ പറയുന്ന പിശാച് നിങ്ങളെ തോൽപ്പിക്കരുത്. ക്ഷമ കൊടുക്കാതിരിക്കുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഞാനിത് ഇത്രമാത്രം ഊന്നി പറയുന്നത് അത് അത്രമാത്രം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ക്ഷമിക്കുക, 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 ക്ഷമിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇവിടെയും പിശാച് നമ്മളെ മുതലെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു. എഫേസ്യ ലേഖനം 4:27. പിശാചിന് ഇടം കൊടുക്കരുത്. എങ്ങനെയാണ് പിശാചിന് ഇടം കൊടുക്കുന്നത്? എന്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? 26-ാം വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് പാപകരമല്ലാത്ത ഒരു കോപമുണ്ട്, പാപകരമായ കോപമുണ്ട്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? 27-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പാപകരമായ കോപം നിങ്ങൾക്കുണ്ടെങ്കിൽ പിശാചിന് ഒരു ഇടം കൊടുക്കുകയാണെങ്കിൽ. പിശാചിന് അവരുടെ ജീവിതത്തിൽ ഇടം കൊടുത്തിരിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. കാരണം അവർ കോപിക്കുന്നത് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തെറ്റായ കോപം ഏതാണ്, ശരിയായ കോപം ഏതാണെന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? എപ്പോഴെങ്കിലും എനിക്ക് ദൈവവചനത്തിലെ ഒരു കാര്യം മനസ്സിലാകുന്നത് ഞാൻ സാധാരണ ചെയ്യുന്നത്, പണ്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ ഒരു കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്തിരുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഞാൻ ആ ബുക്ക് താഴെ വെച്ചിട്ട് ഒരു ഡിക്ഷണറി എടുക്കും. ഞാൻ പറയും, ഓ ഇതായിരുന്നു അതിൻ്റെ അർത്ഥം, എനിക്കിത് മുമ്പ് ഒരിക്കലും അറിയില്ല, ഇപ്പോൾ എനിക്കതറിയാം. വേദപുസ്തകം വായിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ ഡിക്ഷണറിയിലേക്ക് നോക്കുക. ഇത് എഴുതപ്പെട്ട വചനമാണ്. വചനം ജഡമായി തീർന്ന യേശുവിങ്കിലേക്ക് നിങ്ങൾ പോകണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. അത് യേശുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാത്ത വേദഭാഗം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ എപ്പോൾ കോപിക്കണോ എപ്പം കോപിക്കരുതെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഡിക്ഷണറിയിലേക്ക് പോകണം. വചനം ജഡമായ യേശുവിങ്കിലേക്ക്. എപ്പോഴാണ് അവൻ കോപിച്ചത്? മതത്തിൻ്റെ പേരിൽ ആളുകൾ പണമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവൻ കോപിച്ചു. അങ്ങനെയാണ് യേശുവിനെ പോലെ ആകാൻ കഴിയുന്നത്. നിങ്ങൾ ടെലിവിഷനിൽ കാണുന്നു, പാവങ്ങളുടെ കയ്യിൽ നിന്ന് യേശുവിൻ്റെ പേരിൽ പണം സമ്പാദിക്കുമ്പോൾ നിനക്ക് കോപം ഉണ്ടാകുന്നില്ലെങ്കിൽ നീ യേശുവിനെ അനുഭവിക്കുന്നവനല്ല. ദരിദ്രരായിട്ടുള്ള ആളുകളോട് ടെലിവിഷനിലോ മറ്റെവിടെയെങ്കിലും ആണെങ്കിലും പണം മതത്തിൻ്റെ പേരിൽ ചോദിക്കുമ്പം ഞാൻ അവരോട് കോപിക്കും. യേശു ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ഞാൻ കോപിക്കാൻ കാരണം എനിക്ക് യേശുവിനെ പോലെ ആകണം. നിങ്ങൾക്ക് കോപം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ആളല്ല.
നിങ്ങൾ വിനയമുള്ള ഒരാളായിട്ട് കാണുന്നു. പിശാചിനോടാണ് നിങ്ങൾ വിനയമുള്ളവനായിരിക്കുന്നത്. എനിക്കങ്ങനെ ആകണ്ട.